നമസ്കാരം. ഞാനിന്നിവിടെ ചോദിക്കാൻ വളാഞ്ചേരിക്കടുത്ത് അത്തിപ്പറ്റയിലെ പഴചന്തയിലാണ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം കോഴിമാലിന്യ പ്ലാന്റിനെതിരെയാണ് നാട്ടുകാർ സംഗമിക്കുന്നത്. ചൊറിച്ചിലും അതുപോലെ തന്നെ മാലിന്യ പ്രശ്നങ്ങളും സ്മെല്ലുമാണ് ഇവിടെ ജനങ്ങളെ നേരിടുന്ന ഏറ്റവും കൂടുതലുള്ള പ്രശ്നം. ഞാനിന്നിവിടെ ചോദിക്കാൻ നാട്ടുകാരോട് ചോദിച്ചറിയാം. എന്താണ് ഇവിടുത്തെ മാലിന്യ പ്ലാന്റിനെതിരെ നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം? എന്താണ് ഇവിടെ 2020 മുതൽ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. വളരെയധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയിൽ ഇത്രയും ഒരു സ്ഥാപനത്തിൻ്റെ ബുദ്ധിമുട്ട്, അതിൻ്റെ നടത്തിപ്പുകാരുടെയും ബുദ്ധിമുട്ട്, വളരെയധികം ജനങ്ങൾ പ്രതിസന്ധിയിലാണ്. കാരണം ശ്വസിക്കാൻ വായുവില്ല, നല്ല വായു ജനങ്ങൾക്ക് കിട്ടുന്നില്ല. ഇതുവഴി ബന്ധപ്പെട്ട് പല ആളുകളടുത്തും പല അധികാരികളടുത്തും നമ്മൾ പോയിട്ടും വേണ്ടത്ര നമ്മളെ പരാതി കേൾക്കാനോ അല്ലെങ്കിൽ പരാതിപ്പെടുന്ന സ്ഥലങ്ങൾക്ക് നമുക്ക് വേണ്ട ഒരു അനുകൂല ഒരു വിധിയോ തരാനായിട്ട് നമുക്ക് അധികാരികളടുത്തുനിന്ന് കിട്ടിയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു കാര്യം. എത്ര വർഷമായി പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി? 2020ലാണ് ഇവിടെ പ്ലാന്റ്, പിന്നെ 2020 ലാസ്റ്റോട് കൂടിയിട്ടാണ് പ്ലാന്റ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നീണ്ട ഈ 4 വർഷത്തോളം ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രക്ഷോഭമായിട്ട് നമുക്ക് ഇതിലേക്ക് വന്നിട്ടുള്ളത്. ആരുടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു? പരാതി താഴെത്തട്ടിൽ കിടക്കുന്ന പഞ്ചായത്ത് മുതൽ പഞ്ചായത്ത്, അതേപോലെ തന്നെ RDO, കലക്ടർ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് സ്ഥലം MLA, സ്ഥലം MP ഉൾപ്പെടെയുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ മഹല്ല് സംവിധാനത്തിന് വരെ ഞങ്ങളിത് പരാതി കൊടുത്തിരുന്നു. വേണ്ടത്ര ഒരു പരാതിയൊന്നും ഗവനിച്ചിട്ടില്ല. ഈ പ്ലാന്റ് എതിരെ ആൾക്കാരും വന്ന് നോക്കുക, അങ്ങനെ എന്തെങ്കിലും അന്വേഷണങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? ഇവിടെ നമ്മൾ ഉദ്യോഗസ്ഥരിൽ ഈ വിഷയം പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥർ തന്നെ ഇവർക്ക് മെസ്സേജ് പാസ് ചെയ്യാണ്. കാരണം ഇവിടെ ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് ഇതിവിടെ റെക്ടിഫൈ ചെയ്യണം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം അവർ വരുന്ന സമയത്ത്. അപ്പോൾ ഉദ്യോഗസ്ഥർക്ക് വരുന്ന സമയത്ത് ഇവിടെ യാതൊരു പ്രശ്നങ്ങളും അനുഭവപ്പെടുന്നില്ല. പക്ഷേ പ്രശ്നങ്ങളുള്ളത് വൈകുന്നേരം ആകുമ്പോൾ ജനങ്ങൾക്കാണ്. ആരോഗ്യ പ്രശ്നം നേരിടുന്ന ഒരു കുടുംബത്തിനോടൊപ്പമാണ് നമ്മൾ ചേരുന്നത്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഇവിടെ ഇത് സ്മെല്ല് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾക്കാണ് കൂടുതൽ, ഈ അലർജിൻ്റെ അസുഖമുള്ളവർക്കാണ് കൂടുതൽ, ഇല്ലാത്തവർക്ക് പിന്നെ അത്ര തന്നെ. വീട്ടിൽ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടോ? ഉണ്ട്. അവർ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? തന്നെ ഈ ശ്വാസം മുട്ട് കൂടുക, പിന്നെ വല്ലാതെ ഇത് വരുമ്പോൾ ഛർദ്ദിക്കാൻ വരിക, പിന്നെ വളരെയധികം ആള് പറ്റെ ക്ഷീണിക്കും. എപ്പോൾ മുതലാണ് ഈ മണം തുടങ്ങുന്നത്? ഒരു രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂടുതലും ഉണ്ടാവില്ല, അതിന് ശേഷമാണ് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ആരും വിളിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഈ പ്ലാന്റിനകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയോ? എന്തോന്നാ അവിടെ ഈ അരവാണിത്, ഈ സാധനങ്ങൾ കൂടി കൊണ്ടിട്ട് അരക്കാണെന്നാണ് തോന്നുന്നത്. അപ്പോഴാണ് തോന്നുന്നുണ്ട് സ്മെല്ല് പുറത്തേക്ക് വരണതേ. കത്തിക്കുന്നുണ്ടെന്ന് അറിയോ? കത്തിക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഉണ്ടോ ഇല്ല എന്നുള്ളത് പിന്നെ ഞാൻ നോക്കിയിട്ടില്ല, പോയി നോക്കിയിട്ടില്ല. എന്തൊക്കെയാണ് അസുഖമായിട്ട് വന്നിട്ടുള്ള എന്തൊക്കെയാ? വേറെ എന്തൊക്കെയാ അസുഖം തന്നെയാണ് കൂടുതലും. ഞാൻ പറഞ്ഞില്ലേ, ഈ ശ്വാസം കിട്ടായി, ശ്വാസത്തിന് തടസ്സം വരിക, പിന്നെ ഛർദ്ദിക്കുക, പിന്നെ ആകെ കുഴഞ്ഞു വീഴും പോലെ വീഴുന്നെ. ഇത്രയും ഇതാണ് പ്രശ്നം. പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നോ? പരാതി പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്, കലക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഐറ്റത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കംപ്ലൈൻറ്റ് എല്ലാവരും ഒപ്പിടിച്ച് ഒപ്പ് ശേഖരണമൊക്കെ നടത്തിയിട്ട് അതും കൊടുത്തിട്ടുണ്ട്. തീരുമാനമൊന്നും നടന്നിട്ടില്ല. ഇനി എന്താ മുന്നോട്ട് പോകാനുള്ള തീരുമാനം എന്താ അത് നിർത്തിച്ച, വേറെ വാസന ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് പിന്നെയും ഉണ്ടാവും. നിർത്തല്ലാതെ വേറെ ഒരു മാർഗമില്ല. നിർത്താൻ അധികാരികൾ തയ്യാറാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സ്മെല്ല് വന്നതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശ്വാസം മുട്ടുള്ള ആളാണ്. എൻ്റെ 2 കുട്ടികളും ശ്വാസം മുട്ടുള്ള ആളാണ്. ഇത് സ്മെല്ല് വന്നതിന് ശേഷം കുട്ടികൾ നീക്കുക, കുരക്കുക, കിടക്കുക, ഭയങ്കര ക്ഷീണം. രാവിലെ മദ്രസക്ക് പോകുമ്പോൾ നീക്കണില്ല, ഉറക്കത്തിൽ തന്നെ. ഈ സ്മെല്ല് മാറുന്നുണ്ടെങ്കിൽ ഒരു 12 മണി 1 മണി ആവും. അല്ല, രാത്രി രാവിലെ 6 മണി ആകെ സ്റ്റാർട്ട് ചെയ്തു ആ കമ്പനി. ഭയങ്കര പ്രശ്നം. എത്ര ആൾക്കാരുണ്ട് കമ്പനിനകത്ത് അറിയോ? അതറിയില്ല. നിങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ഇത് നേരിട്ടുകൊണ്ടിരിക്കുന്ന? അതെ, ഇത് തുടങ്ങിയ മുതൽ അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഈ ശ്വാസം മുട്ടാണ് ഭയങ്കര പ്രശ്നം.
എത്ര വർഷമായിട്ടുണ്ടാവും ഇപ്പോൾ ഇങ്ങനെ ചികിത്സയിൽ തുടങ്ങിയിട്ട്? ചികിത്സ പറഞ്ഞാൽ ഇത് വന്നതിന് ശേഷമാണ് പെട്ടെന്ന് ഒരു മാസത്തിലൊക്കെ 2 പ്രാവശ്യം ഈ അസുഖം വരുന്നുണ്ട്. ശ്വാസമുട്ടായിട്ടും ചുമയായിട്ടും. ഇത് ശ്വാസമുട്ടും ഉള്ളപ്പോഴാണ് പ്രശ്നം. ഈ സ്മെല്ലും പാടി ആകുമ്പോൾ ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സ്മെല്ല് കാരണം ഭക്ഷണം കഴിക്കാനൊക്കെ എന്ത് ചെയ്യും? ഭയങ്കര ബുദ്ധിമുട്ടാണ്. അടുക്കളയൊക്കെ ഒന്നും പോകാനേ വെച്ചാൽ പരാതിയൊക്കെ പറഞ്ഞിട്ട് പരാതി എന്ത് പറയും. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഈ ഇറങ്ങണത്. നാട്ടുകാർ സംഘടിക്കും. ഇതിപ്പോൾ ആദ്യം ആ ഭാഗത്തേക്ക് ഉണ്ടായി, ഇപ്പോൾ മൊത്തം സ്പ്രെഡ് ചെയ്തു. ഒക്കെ ഇങ്ങോട്ടൊക്കെ വരല തുടങ്ങി സ്മെല്ല്. വെള്ളത്തിൽ എന്തെങ്കിലും മാലിന്യമുള്ളവർ തോന്നിയിട്ടില്ല. ഇല്ല. പിന്നെ അധികാരികൾക്ക് എന്താ പറയാനുള്ളത്? അധികാരികത തന്നെ എന്തെങ്കിലും പരിഹാരം നിർത്തലാക്കാനുള്ള പരിഹാരം എന്തെങ്കിലും കാണണം. എന്താ പറയാനുള്ളത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേ ഈ പരിപാടിക്കൊരു ഇത് കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ വോട്ട് ബഹിഷ്കരിക്കും. ഈ പ്രദേശത്തുള്ള ആൾക്കാർ ഒരാളെ കയറ്റൂല, ഒരു പാർട്ടിക്കാരും വരണ്ടാറ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേ ഇത് പരിപാടി ഞങ്ങൾക്ക് തീരുമാനമായി കിട്ടണം. ഇത് ഇവന് മാത്രമല്ല രോഗം, ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ആകെ ചൊറിയാണ്. എന്ത് ചൊറിച്ചിൽ എന്നറിയാം ഞങ്ങൾ. ഇവിടെ ചൊറിച്ചിലും മാന്തലും എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഞങ്ങളെ കുട്ടികൾക്കുള്ള ആസ്പത്രി കൊണ്ടുപോകാനേ ഞങ്ങൾക്ക് നേരമുള്ളൂ. എല്ലാ ആസ്പത്രിയിൽ പോയാൽ ഒരു ഭേദമുണ്ടോ? ഇല്ല. എന്ത് മരുന്ന് കഴിച്ചിട്ടും ഇത് ഇവിടെ ഉണ്ടാകുമ്പോൾ പിന്നെ എങ്ങനെ? ഇനിയിപ്പോൾ റംസാനാ വരുന്നത്, ഒരു നോമ്പ് തുറക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, അത്താഴം കഴിക്കാൻ പറ്റൂല, ഒന്നിനും പറ്റൂല. സെൻറ്റൊക്കെ കയ്യിൽ വെച്ചിട്ട് സെൻറ്റ് മണത്തിട്ട് ആണ് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ. എൻ്റെ വരെ ഓടാണ്. ഓടിൻ്റെ ഉള്ളിൽ കൊണ്ട് വന്നിട്ട് ഫാനിടാനോ ഒന്നിനും കഴിയില്ല. ഭയങ്കര സ്മെല്ല്. എത്ര മണി മുതൽ ഈ സ്മെല്ല് തുടങ്ങും? ഇത് 9 മണി മുതൽ തന്നെ തുടങ്ങും. രാത്രിയാണ് തുടങ്ങുന്നത്. രാത്രി ചിലപ്പോൾ 6 മണിക്ക് തന്നെ പോലെ സ്റ്റാർട്ട് ചെയ്യും. ഈ മുതലാളിമാരോട് പറഞ്ഞാൽ എന്താ പറയുക അറിയോ? ഈ മറ്റേ ബംഗാളികളാണ് ഇത് ചെയ്യണതെന്നാണ് പറയാം. ഇത് കുറേ ദിവസമായി. ഇന്ന് ആ ബംഗാളികളാണ് മാറ്റിയിട്ട് വേറെ ബംഗാളികളെ വെക്കണം. ഒരു പണിക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വേറെ പണിക്കാരെ വെച്ചൂടെ? ഇല്ലല്ല, അത് ചെയ്യൂല. എന്നിട്ട് ഓല എന്താ ചെയ്യുക? പിന്നെ ഈ ബംഗാളികളാണെന്ന് പറയാം. ഒരു 50 കിലോ ഏറ്റണ ഒരാളെ തലയിൽ ഒരു കിൻഡറാണ് വെച്ചു കൊടുത്താൽ എന്താ പരിപാടി? എന്ന മാതിരിയാണ് അവിടെ പരിപാടി നടക്കുന്നത്. എന്താ പറയാനുള്ളത്? നമുക്ക് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് രാത്രി ആയി കഴിഞ്ഞാൽ തന്നെയാണ് ഈ ബുദ്ധിമുട്ട്. പിന്നെ ഭക്ഷണം കഴിക്കണ നേരത്തെ ഇതിൻ്റെ ഇത് വരിക, സ്മെല്ല് വരിക. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് മണം വന്നിട്ട് ഇതിൽ ചുറ്റിയിട്ട് ഉറങ്ങാൻ കഴിയില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾ. പിന്നെ ഇത് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്, ഓരോ മലയാളിമാരോട് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഓര് പറയാൽ ബംഗാളികൾ തുറന്ന് വിട്ടതാണ് ഞാൻ. അത് തുറന്ന് വിട്ടതാണ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓല് ഒന്നും ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞാൽ പിന്നെ മണം വരണില്ല. അപ്പം മണം നിൽക്കുന്നുണ്ട്. ഇവിടെ സാധാരണക്കാരായ ആളുകളാണോ? സാധാരണക്കാരായ ആളുകൾ. ഞങ്ങൾ സാധാ കൂലിപ്പണിക്ക് പോണ ആൾക്കാർ. ഇതിപ്പോൾ 4 കൊല്ലമായി 4 വർഷമായി ഇപ്പോൾ തുടങ്ങിയിട്ട് 4 വർഷമായി മുതൽ ഞങ്ങൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഞങ്ങൾക്ക് ഇതിന് കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ മാതിരി തന്നെ പഞ്ചായത്ത് വോട്ടിനിച്ചിട്ട് ഒരു കുട്ടി ഇങ്ങോട്ട് കയറാൻ പാടില്ല. ഹെൽത്തേരൊക്കെ വന്നിട്ട് എന്താ ഉണ്ടായത്? ഹെൽത്തേരൊക്കെ വരുന്ന ഓല് നോക്കണം. ഓല് വരുന്ന ടൈമിന് മണമില്ല. ഹെൽത്തേര് വരുന്ന ടൈമിന് മണമില്ല. വരുന്നുണ്ട്, ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്, രാഷ്ട്രീയക്കാർ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. വരിക എന്നല്ലാതെ ഒരു കാര്യത്തിനും ഇല്ല, പരിഹാരമില്ല. ഇത് 4 വർഷമായി ഞങ്ങളിത് അനുഭവിക്കണേ. 4 വർഷം കൊണ്ട് അനുഭവിക്കുകയാണ്. എല്ലാവരും അനുമതിയോട് കൂടെയാണ് പോലും തുടങ്ങിയിട്ടുള്ളത്. ഓല് ആ ധൈര്യമാണ് പോലും പറയണത്. പക്ഷെ നമുക്ക് ഇത് എന്തിനും നീതി കിട്ടണം. അതിനാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഈ 4 വർഷമായിട്ട് ഞങ്ങളിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരം ഞങ്ങൾക്ക് കിട്ടണം. അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നേ കിട്ടും വേണം. നിങ്ങൾ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഇത്തരത്തിൽ അസുഖം അനുഭവിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം പുറത്തേക്ക് വന്നില്ല? പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലായിടത്തും എത്തിക്കുന്നത്. ഇത് കലക്ടറേറ്റ് ഒക്കെ പോയതാണിത്. ലേറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ? എന്ത് ലേറ്റായി പോയിട്ട് അവിടെ പോയിട്ട് സമരം ചെയ്തിട്ടുണ്ട്. ആ, ഒരു കാര്യമില്ല. ഇതും തന്നെ ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഈ പെരയുടെ മുകളിൽ കയറിയിട്ടാണ് നോക്കിയാൽ കാണും സാധനം. ഇപ്പോൾ ഈ മരങ്ങൾ പൊന്തിയ കാരണം ഇവിടുന്ന് നേരിട്ട് നോക്കിയാൽ കാണും. ഞാൻ പെരയുടെ മുകളിൽ കയറിയാൽ പ്ലാന്റ് നോക്കിയാൽ കാണും. അത്രയും അടുത്താണ് ഇത് സാധനം. എന്താണ് അവിടുത്തെ പ്രതിസന്ധി? എന്താണ് ഇവിടുത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞാലേ, ഇവിടെ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഈ മാലിന്യത്തിൻ്റെ അടുത്ത്. ഈ മാലിന്യടുത്ത് കോഴി മാലിന്യം ഇവിടെ വന്നതിൻ്റെ ശേഷം ഒരു 4 കൊല്ലോളായിപ്പോൾ ഇവിടെ ഈ കോഴി മാലിന്യം വന്നിട്ട്. ഈ 4 കൊല്ലത്തിൻ്റെ അടുക്ക് ഇവിടെയുള്ള
നിവാസികളൊക്കെ ഒരുപാട് വിഷമത്തിലാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ചിലർക്ക് ചൊറി വരുന്നുണ്ട്, ചിലർക്ക് ശ്വാസം മുട്ട് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലാണ്. അപ്പം ഞങ്ങൾ കുറേ കാലം ഇങ്ങനെ അതിൻ്റെ ഭാരവാഹികളെ വിളിച്ച് കൂട്ടി പലവരോടും ഈ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ട് ഒരാൾ ഇതിനെ ഏറ്റെടുക്കുന്നില്ല. ആരും ഏറ്റെടുക്കുന്നില്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ ആളുകളെല്ലാം അവരാളുകളായിപ്പോയി, ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ആളുകളായിപ്പോയി. അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ട് പഞ്ചായത്തിലൊക്കെ പരാതി കൊടുത്തു. പഞ്ചായത്തിലല്ല ഇതിന് മുന്നേ പരാതിയും കൊടുത്തുക്കണ്, ഒക്കെ MLA കൊടുത്തുണ്, MP കൊടുത്തുക്കണ്, എല്ലാ മന്ത്രിക്കടക്കം പരാതി കൊടുത്തിട്ടുണ്ട്. സ്വാധീനിക്കപ്പെടുന്നില്ല. പെട്ടാത്തതുകൊണ്ടാണ് ഇന്ന് ഇതൊന്നും കൂടെ ഞങ്ങളൊന്ന് ഉഷാറാക്കായിരുന്നു. അന്ന് സാധാരണ ഇവിടെയുള്ള ചെക്കന്മാരൊക്കെ കൂടി കൊടുത്തതാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ അങ്ങനെയല്ല. ഇന്ന് ഞങ്ങൾ നാട്ടുകാരൊക്കെ ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ പെരുമാറാൻ പോവാണ്. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളെ കുട്ടികളൊക്കെ വയ്യാതരായി കഴിഞ്ഞാൽ ഞങ്ങളെ കുട്ടികളൊക്കെ ആകെ ഇത് രോഗിയായിട്ട് ഇങ്ങനെ പോകും. ഞങ്ങളെ നമ്മളെ പാരമ്പര്യ കുട്ടികളൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ പെട്ടുപോകും. ആ പെടുന്നതിൽ ഞങ്ങൾക്ക് വലിയൊരു വിഷമമുണ്ട്. ആ വിഷമം കൊണ്ട് ഇത് അല്ലെങ്കിൽ അവരതിൻ്റെ മെഷീനുകളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലപോലെ നടത്തുക, മണമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവരെ പണി നോക്കുക. അല്ലാതെ വേറെ രക്ഷയില്ല. എന്താ കാരണം അത്രയ്ക്കും ഞങ്ങളിവിടുത്തെ പാവങ്ങൾ, ഇവിടുത്തെ ഓരോരോ പാവങ്ങൾ എന്നും പരാതിയാണ്, മണമുണ്ട്. എന്താ വെച്ചാൽ ഞാനൊരു സാമൂഹ്യ സേവകനാണ്. ഈ സാമൂഹ്യ സേവനകാരുണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോരോ വിവരം എല്ലാവരുടെ വീട്ടിലും ഞാൻ കയറി ചെല്ലുന്നുണ്ട്. ആ കയറി ചെല്ലുമ്പോൾ എല്ലാ വീട്ടുകാരും എന്നോട് ഓരോരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഈ പറയുമ്പോഴൊക്കെ നമ്മൾ കണ്ണടിച്ചേണ്ട, ഇവർ നാളെ നിർത്തും, നാളെ ശരിയാക്കും, നാളെ മണം ശരിയാക്കും എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ മുതലാളിമാരെ പലവരും ഇവിടെയുള്ള ഒരു അസ്കർ എന്നുള്ള അവൻ ഒരുപാട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ പറയൂ അവിടെയുള്ള ജോലിക്കാരെ തകരാറാണ്, ആ മണം വരുന്നത്, ഇങ്ങനെയാണ്. അപ്പോൾ അവർ ജോലിക്കാർ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജോലിക്കാരെ നിയന്ത്രിക്കാൻ കഴിയൂലേ? സമരം വൈകി എന്നൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. കാരണം നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത് ഒരു കോഴി വേസ്റ്റ് നിർമ്മാർജ്ജന പ്ലാന്റാണ്. ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന മാലിന്യ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം എന്ന നിലക്കാണ് അത് വന്നിട്ടുള്ളത്. പരമാവധി ഞങ്ങൾ പ്രദേശത്തുള്ള ജനങ്ങൾ ആ കമ്പനിയുമായി കോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇത്രയും കാലം, ഈ 4 വർഷക്കാലം കൊണ്ട് തീരുമാനിച്ചിരുന്നത്. കാരണം എത്രത്തോളം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് പരിഹരിച്ചു പോകാൻ അവരെ കൊണ്ട് സാധിക്കുമോ അതിനവർ ശ്രമിക്കട്ടെ എന്ന രൂപത്തിൽ നിരന്തരം അവരെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങളുമായിട്ട് യാതൊരുവിധ രീതിയിലും അവരുടെ പ്രയാസം തീർത്തുകൊണ്ട് ആ പ്ലാന്റുമായി മുന്നോട്ട് പോകാൻ അവർ ഒരുക്കമല്ല എന്ന് നമുക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സമരവുമായിട്ട് മുന്നോട്ട് വന്നത്. ഈ സമരത്തിൽ ഇപ്പോഴും യുവജനങ്ങളുണ്ട്. മുൻ സമയങ്ങളിലും ഇവരെ കണ്ട് ഈ വിഷയങ്ങൾ ഉണർത്തുന്നതിന് യുവജനങ്ങൾ എന്ന നിലക്ക് ഇടപെട്ടു പോയിട്ടുണ്ട്. സ്റ്റേ എന്തെങ്കിലും കൊടുക്കാൻ കോടതി മുഖാന്തരം എന്തെങ്കിലും ജനങ്ങൾ നോക്കിയിരുന്നോ? കൂടുതൽ പ്രയാസം സംഭവിക്കുന്ന സമയങ്ങളിൽ ഞങ്ങളവിടെ ഒരുമിച്ച് കൂടുകയും നാട്ടിലെ പ്രദേശവാസികൾ ഒരുമിച്ച് കൂടുകയും നമ്മുടെ എടയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒരു ദിവസം രാത്രി 12 മണിക്ക് ഞങ്ങൾ വിളിച്ചു വരുത്തുന്ന സ്ഥിതി ഉണ്ടായി. കാരണം ഇതിന് പ്രശ്നമുണ്ട്. ഇതും പകൽ നമുക്ക് ഇതിൻ്റെ പ്രയാസം തിരിച്ചറിയാൻ കഴിയില്ല. കാരണം ഈ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് രാത്രി 8 മണി 9 മണിക്ക് ശേഷം രാവിലെ വരെയാണ് പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഉദ്യോഗസ്ഥൻ വന്നാൽ അദ്ദേഹത്തിന് അവിടെ നടക്കുന്ന പ്രയാസം തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട് പോയിട്ട് അദ്ദേഹം താമസിക്കുന്ന ഇടത്തു നിന്നും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ആ പ്രയാസം കാണിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം റിപ്പോർട്ട് തയ്യാറാക്കി ഇങ്ങനെ ജനങ്ങൾക്ക് പ്രയാസമുണ്ട്. ആ പ്രയാസത്തിൻ്റെ മുകളിൽ ആ പ്ലാന്റിന് 1 മാസക്കാലം സ്റ്റേ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കോടതിയിൽ പോയതിന് ശേഷമാണ് വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവർക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടോ? നിലവിൽ ഉദ്യോഗസ്ഥന്മാർ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത്രയും പ്രയാസം ഉണ്ടായിട്ടും അവർക്കത് തുറന്ന് പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അതിലൊരു ബന്ധപ്പെടലുണ്ട് എന്നാണ് ഞങ്ങൾ തീർച്ചയായും സംശയിച്ചു പോവുകയാണ്. കാരണം ഞങ്ങൾ സ്റ്റേ കൊടുത്തതിന് ശേഷം വീണ്ടും ആ പ്ലാന്റ് 1 മാസക്കാലത്തിനുള്ളിൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് ശേഷവും ഞങ്ങൾ ഒരുപാട് കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്താ വെച്ചാൽ ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് അവർക്ക് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ആ വരുന്ന സമയമാകുമ്പോഴേക്കും ആ പ്ലാന്റിനെ കൃത്യമായ വൃത്തിയുള്ള രൂപത്തിലേക്ക് മാറ്റിയെടുത്തുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഈ കാക്ക പോലുള്ള ജീവികളുണ്ടല്ലോ, അപ്പോൾ
മാലിന്യങ്ങൾ കൊത്തിക്കൊടുന്ന സാഹചര്യം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതല്ലാതെ അങ്ങനെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതിന് മറ്റുള്ള അംഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിക്കണോ, പ്രദേശവാസികൾ ശ്രദ്ധയിൽപ്പെട്ടിക്കണോ എന്നുള്ള വിഷയം അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, പ്രദേശത്തു നിന്നും അവർ മലിനജലം, ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട വേസ്റ്റ് കഴുകി വൃത്തിയാക്കുന്നതിൻ്റെയും അവർ മറ്റു വസ്തുക്കൾ കഴുകിയതിൻ്റെ ഒക്കെ മലിനജലം നമ്മുടെ തൊട്ടടുത്തൊരു പ്രദേശമുള്ള ചെറിയൊരു കനാൽ, ഒരു തോടുണ്ട്, അതിലേക്ക് ഇറങ്ങുകയും കിലോമീറ്ററുകളോളം സഞ്ചരിച്ചും കൊണ്ട് ജനങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന, അതേപോലെ അലക്കാനും കുളിക്കാനും ഉപയോഗിക്കുന്ന ഒരു തോടാണ്. ആ തോട്ടിലേക്ക് വരികയും ആ തോട് ജനങ്ങൾ കുളിക്കാൻ പോയപ്പോൾ അതിലൊരു ഓയിലിൻ്റെ അംശം കാണുകയും വെള്ളത്തിന് ദുർഗന്ധം കാണുകയും സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടുത്തെ യുവജനങ്ങളും നാട്ടുകാരും കൂടിയിട്ട് എവിടെ നിന്നാണോ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന തോടിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ അവസാനം എത്തിപ്പെട്ടത് ഈ പ്ലാന്റിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ അവരെ ഈ വിഷയം അറിയിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലമായിട്ട്, ഒരു 3-4 കൊല്ലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു ബുദ്ധിമുട്ടാണ്. അതിൽ ഒരു പരിഹാരം കാണാത്തതുകൊണ്ടാണ് ഇന്ന് ഇത്രയും 300-400 ആളുകൾ ഒരുമിച്ച് കൂടി ഇതിന് സമരത്തിന് നേതൃത്വം. അതിന് നേതൃത്വം നൽകുന്ന CPM-ന് അവർ ഈ സമരം, പിന്നെ ഇതിൻ്റെ കൺവീനർമാർ, കമ്മിറ്റി അംഗം, ഒരു പൊതു കമ്മിറ്റിയായിട്ട് ഇവർ ജനങ്ങൾ ഒരുമിച്ച് കൂടി അവർ പാർട്ടി എന്ന നിലക്ക് CPM-നെ പിന്നെ ആൾക്കാർക്ക് രാഷ്ട്രീയം ഉണ്ടോ, അതോ ഈ സമരത്തിന് വേണ്ടി മാത്രമായിട്ടാണ് എല്ലാവരും കൂടി രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്ന സ്ഥിതിയാണ്? അതെ, ഇത് രാഷ്ട്രീയമല്ല, അത് ജീവിക്കാനുള്ളൊരു സമരമാണ്. ഇത് ശുദ്ധവായു ശ്വസിക്കാനുള്ളൊരു സമരമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. ഒറ്റക്കെട്ടായിട്ട് അവർക്ക് എന്തുണ്ട്, ഒരു പാർട്ടിയെ സമീപിക്കണം എന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഒരു പിന്തുണയില്ലാത്തതുകൊണ്ട് അവസാനം CPM-നെ അവർ സമീപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിവിടെ അതിനെങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് പാർട്ടി നേതൃത്വം ഇവിടെ പ്രഖ്യാപിക്കും. ആ രീതിയിൽ സമരങ്ങൾ ഉണ്ടാകും. ഇവിടുത്തെ ഈ കമ്പനിയുടെ നാറ്റ് അത് ഇല്ലാതാണോ, അല്ലാതെ കമ്പനി പൂട്ടണം എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇനിയിപ്പോൾ നോലുമ്പാണ് വരുന്നത്, അപ്പൊ ഒക്കെ പെൻഷൻ നയിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും ഈ മണം വരുമ്പോ. അപ്പൊ അതില്ലാതാവണം. അങ്ങനെ ചോദിച്ചാ പറയാൻ പറ്റൂല. മണുണ്ട്. അല്ല, പൂട്ടി പോകുന്ന മണം ഇല്ലാതായാ മതി. രാത്രിയാണ് അധികം മണം. പിന്നെ ഇവിടെ എടുത്തുള്ളവർക്കൊക്കെ ഉണ്ട്, ചോറിയുണ്ട്, വേറെല്ലൊക്കെ ഉണ്ട്. എൻ്റെ വേറെ കുട്ടിക്കൊക്കെ ചോറി ഉണ്ടായിരുന്നു ഇവിടെ ആദ്യക്ക്. ഓലിവിടെ ഈ ഭാഗം സെലിമാക്കാൻ്റെ പേരിൻ്റെ ഇവിടെ നിന്നിട്ട് ഓൽക്ക് എല്ലാ ചോറിയും ദണ്ണൊക്കെ ഉണ്ടാകലുണ്ട്, ഛർദിയും എല്ലേതും ഉണ്ടാകലുണ്ട്. പിന്നെ നമ്മളെ കുടി ഇവിടെ താഴത്താണ്. നമുക്ക് എപ്പോഴും ഇങ്ങനെ വാസനകൾ നല്ല അങ്ങോട്ട് വരും. ഒരു കുറക്കാൻ പറ്റാത്ത, കടക്കാൻ എന്ത് ചത്ത മണാണെന്ന് കരുതും നമ്മൾ. സാധനം അവിടെ കിടക്കുന്നത്, ഇതിൻ്റെ മേലുള്ളവർക്കൊക്കെ വാസന ഉണ്ട്. ഞാൻ ഇവിടുന്ന് വരാതില്ല, മേലിന്ന് വരാതി കൊടുത്തിരുന്നു അല്ലേ അസ്കറെ? അത്രേ ഉള്ളൂ. ഇനിയും കൊടുക്കണം. പണം ഒഴിവാക്കി കിട്ടണം. ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ വെച്ച, തിന്നാനും കുടിച്ചാലും വെച്ച. പിന്നെ കുളിക്കണ വെള്ളത്തിൽ കൂടെ ഒരു വിടുന്നുണ്ട്. ഞങ്ങൾ കണ്ണോട് കണ്ട കുളിച്ചിനോട് കയറി പോകുന്ന ആൾക്കാരെ ഞങ്ങൾ ഞങ്ങൾ പുറത്ത് പോയി കുളിക്കുന്ന ആൾക്കാരെ തോട്ടിൽ അതിനെ കൂടെ കോരി വിട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കയറി പോന്നിട്ട് ഒരേ ചെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിനുള്ള സാമ്പള സ്ഥലം തന്നെ വിട്ടിക്കണം, മാലിന്യം വിട്ടിക്കണം പറഞ്ഞൊക്കെ ഓരോ അപ്പം തന്നെ ചെന്ന് പറഞ്ഞേക്ക് ഞങ്ങൾ ആണുങ്ങൾ. അപ്പോൾ പോലെ പണിക്കാർ വിട്ടയച്ചതാണ് കാരണം അതന്നെ പറയപ്പോ. അതപ്പോ ഓല് പറയാം. പഠിക്കാൻ പറ്റാത്ത സ്ഥിതിയൊക്കെ ഉണ്ട്. തീരെ മറത്തിട്ട് തീരെ വെച്ച അതിന് ശ്വാസം മുട്ടുക. അതന്നെ എനിക്കും അങ്ങനെ തന്നെ. എനിക്ക് ഈ അലർജി സാംസോട്ടൊക്കെയുള്ളതാണ്. എനിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. മര്യാദക്ക് പഠിക്കാനും വെക്കണില്ല, ഛർദിക്കാനും വരുന്നുണ്ട് ആ മണം വരുമ്പോ. ഈ രാത്രി ഒക്കെ ഛർദിക്കാൻ വരും. അപ്പോൾ ഒരു ഒരു രാത്രിയൊക്കെ ഇവിടെ ഭയങ്കര മണാണ്, സ്മെല്ലാണ്, വല്ലാത്ത സ്മെല്ല്, ഒരുമാതിരി വല്ലാത്ത സ്മെല്ലാണ്. മണം ഇടയ്ക്കൊക്കെ വരും, രാത്രി വരും, എല്ലാ ദിവസങ്ങളൊക്കെ വരും. നോമ്പ് വരും, നോമ്പ് മുറിയുന്നു, എല്ലാ ഇതും ഉണ്ടാവും. അതുണ്ടാവില്ല, ചെറിയവർക്കൊക്കെ ഉണ്ടാവില്ലേ നാട്ടിൽ. ഇത് രാത്രി ആകുമ്പോൾ മറ്റേ ഭക്ഷണം കഴിക്കാൻ വെക്കണില്ല, പിന്നെ ഛർദിക്കാൻ വരും, പഠിക്കാനൊന്നും വെക്കണില്ല, പിന്നെ ഈ ചൊറിച്ചിൽ, ശ്വാസമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവലുണ്ട്. ഡോക്ടറെ പോയിട്ടില്ല. സ്മെല്ല് കാരണം പഠിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു കോഴി വേസ്റ്റ് നടക്കുന്നു, അതുകൊണ്ട് നല്ല നാറ്റാണ്. ഞങ്ങൾക്ക് പഠിക്കാനും വയ്ക്കണില്ല, ഭക്ഷണം കഴിക്കാനും വയ്ക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇതെങ്ങനെയും ഒന്ന് നിർത്തി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഇനി അടുത്ത മാസം മുതൽ നോമ്പാണ് തുടങ്ങുന്നത്. അപ്പോൾ പെൽച്ചക്ക് നീക്കുമ്പോൾ ഈ മണം കൊണ്ട് ഒന്നും തിന്നാൻ വെക്കണില്ല.
അതാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇവിടെ രാത്രി തുടങ്ങിയിട്ട് പുലർച്ചെ 6 മണി വരെ ഇത് നടക്കുന്നുണ്ട്. നല്ല മണമാണ്, നല്ല സ്മെല്ലാണ്. കോഴി അറവ് മാലിന്യം സംഭരിച്ച് അത് സംസ്കരിച്ച് വളമാക്കി മാറ്റുന്ന ഒരു ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട്. ചുണ്ടയിൽ എന്നാണ് അതിൻ്റെ പേര്. എൻ്റെ ലൈസൻസ് റഷീദ് എന്ന് പറഞ്ഞ ഒരാളാണ്. പാർട്ണർഷിപ്പിൽ വേറെ ആളുകളുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടല്ല. കാരണം അത് ഇവിടുത്തെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന നിരവധിയായ കുടുംബങ്ങൾക്ക്, ഏതാണ്ട് വലിയ 100-ലധികം വരുന്ന കുടുംബങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു. അപ്പോൾ അസഹ്യമായ ദുർഗന്ധം പുറത്തേക്ക് വമിക്കുന്നുണ്ട്. ഒന്നതാണ്. 2, പ്രവർത്തിക്കുന്ന സമയം എന്ന് പറയുന്നത് രാത്രിയിലാണ്. പകൽ സമയമല്ല പ്രവർത്തിക്കുന്നത്, രാത്രിയിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ രാത്രിയിലാവുമ്പോൾ ജനങ്ങൾക്കൊക്കെ വലിയ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയമടക്കം അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് മാറ്റി പ്രവർത്തിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇവിടെ ഇത്തരം സംരംഭങ്ങൾ പൂട്ടുക എന്നുള്ളതല്ല നമ്മളെ സംബന്ധിച്ച്. ഇത്തരം സംരംഭങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന് സ്ഥായിയായ സ്ഥിരമായ പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുക എന്നുള്ള. അപ്പോൾ ഏതാണ്ട് 1.5 വർഷമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ, 2 വർഷത്തോളമായ ജനങ്ങൾ ഈ ആവശ്യം നിരന്തരമായി ഉന്നയിക്കുകയാണ്. പഞ്ചായത്തിൽ ഇവിടെ വാഹനം തടയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ ചേർന്നുകൊണ്ട് ഈ വേസ്റ്റ് കൊണ്ടുവരുന്ന വാഹനം തടഞ്ഞിട്ടുണ്ട്. പോലീസ് ഇടപെട്ടിട്ടുണ്ട്. പിന്നീട് പഞ്ചായത്തിലേക്ക് അതിൻ്റെ ഭാഗമായിട്ട് പരാതി കൊടുക്കലും സ്റ്റോപ്പ് മെമ്മോ കൊടുക്കലും ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അത് കോടതി ഉത്തരവിൻ്റെയും ഒക്കെ തന്നെ അടിസ്ഥാനത്തിൽ വീണ്ടും പ്രവർത്തിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വീണ്ടും പ്രവർത്തിക്കുമ്പോൾ എന്താ, ഇതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. അപ്പോൾ പരിഹാരമുണ്ടാക്കി ജനങ്ങൾക്ക് ദോഷമില്ലാത്ത രീതിയിലേക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നാൽ പ്രവർത്തിച്ചാൽ മതി. ഈ ലൈസൻസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും ഇങ്ങനെ തുടർന്ന് പോകാനുള്ളതല്ല ലൈസൻസ്. ഓരോ വർഷവും ലൈസൻസ് പുതുക്കണമല്ലോ. ഒരു പ്രാവശ്യം ലൈസൻസ് കൊടുത്താൽ എല്ലാ കാലത്തും പ്രവർത്തിക്കാനുള്ള ലൈസൻസ് അല്ല. ഒരു ലൈസൻസ് കൊടുക്കുമ്പോൾ അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതെപ്പോൾ പ്രവർത്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എത്ര ക്വാണ്ടിറ്റി എന്നൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം. അതിന് ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അതിനൊരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 6-ാം തീയതി പഞ്ചായത്തിലേക്ക് മാർച്ച് വെച്ചിട്ടുണ്ട്, ബഹുജന മാർച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നിവേദനം കൊടുക്കും അവിടെ. അത് പഞ്ചായത്ത് ഭരണാധികാരികൾ അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും പരിശോധിച്ചിട്ട് ജനങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഉശിരാർന്ന സമരത്തിലേക്ക് പോകേണ്ടി വരും. എന്നെ സംബന്ധിച്ചാണ് ഇപ്പോൾ കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. സംരംഭങ്ങൾ നാട്ടിൽ വരണം. ഇപ്പോൾ ജില്ലയിൽ 10-14 സംരംഭങ്ങൾ ഇതുപോലെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംരംഭങ്ങൾ വേണം. പക്ഷേ സംരംഭങ്ങൾ തുടർച്ചയായി പ്രവർത്തിച്ചു പോകേണ്ടതാണല്ലോ. കുറച്ച് കാലം പ്രവർത്തിച്ചിട്ട് ജനങ്ങളെ ദ്രോഹിച്ചാൽ പോകാന്നുള്ളതല്ല, അത് തുടർച്ചയായി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്ന് അവർ പിന്മാറണം. ഇവിടുത്തെ അധിവസിക്കുന്ന ജനങ്ങളുടെ ഈ പ്രയാസം, നിത്യരോഗികളുണ്ട്, ആസ്മ രോഗികളുണ്ട്, മറ്റു രോഗികളൊക്കെ ഉണ്ട്. ഈ ദുർഗന്ധം വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോലും കഴിയുന്നില്ല, ഛർദ്ദിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി ആവശ്യമായ നിലപാട് സ്ഥാപന മേധാവികൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ അത് പഞ്ചായത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം, അധികാരികൾ ചെയ്യിപ്പിക്കണം. ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഈ ഡിമാൻഡ് അംഗീകരിക്കുന്നവരെ ഈ സമരവുമായി മുന്നോട്ട് പോകും. ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു അവകാശങ്ങളൊന്നാണ് ശ്വസിക്കാനുള്ള വായു എന്നുള്ളത്. അതിനു വേണ്ടിയുള്ള ജീവൽ പ്രശ്നമായിട്ടുള്ള സമരമാണ് ഇവിടെ CPI നേതൃത്വം എടുത്തുകൊണ്ട് ഈ പ്രദേശ ജനങ്ങളെയാകെ അണിനിരത്തിക്കൊണ്ട് നടത്താൻ വേണ്ടി പോകുന്നത്. കാരണം ഇത്തരം ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത, നിയമാനുസൃതമല്ലാത്ത ഒരു പ്ലാന്റാണ് പ്രവർത്തിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിനോ മാലിന്യ നിർമ്മാർജ്ജനത്തിനോ എതിരല്ല നമ്മളാരും. പക്ഷേ ഇത്തരമൊരു അങ്ങേയറ്റം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പ്രതിസന്ധിയിലാക്കിക്കൊണ്ടുള്ള ഒരു യൂണിറ്റിനെയാണ് ഇവിടെ എതിർക്കപ്പെടുന്നത്. ഇത് പൂട്ടിപ്പോകണമെന്ന് ഈ പ്രദേശ ജനങ്ങൾ ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ശാസ്ത്രീയമായ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അസുഖം ബാധിക്കാത്ത തരത്തിലുള്ള ഒരു പ്ലാന്റായി പ്രവർത്തിക്കണമെന്നാണ് ഈ പ്രദേശ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ ആവശ്യത്തിനൊപ്പമാണ് CPIM
അണിനിരക്കുന്നത്. ഫെബ്രുവരി മാസം 6-ാം തീയതി എടയൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ഈ പ്രദേശത്ത് നിന്ന് ആരംഭിക്കുന്ന, ഈ പ്രദേശത്തെ കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് അണിനിരക്കുന്ന ജനകീയ മാർച്ചിനാണ് നേതൃത്വം കൊടുക്കുന്നത്. ജനകീയ മാർച്ച് പഞ്ചായത്തിന് മുമ്പിൽ ഈ വിഷയങ്ങൾ നിവേദനമായി സമർപ്പിക്കുകയും അതിന് പരിഹാരമില്ലാത്ത പക്ഷം തുടർ സമരങ്ങളുമായി ഇന്നിവിടെ രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ ആലോചിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. ഒരു നിലക്കും ഇതിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ ഫാക്ടറിയിലേക്ക് നേരിട്ട് സമരമെടുക്കുന്നതടക്കം ഞങ്ങൾ ഈ ഘട്ടത്തിൽ ആലോചിച്ച് വരികയാണ്. വളാഞ്ചേരി അത്തിപ്പറ്റ പ്രദേശത്ത് ജീവിക്കാനായി സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ഒരു വിഭാഗം ജനങ്ങൾ. മണവും മാലിന്യവും കാരണം ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. ഞാനിവിടെ ചോദിക്കാൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.